മോളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയിട്ടുണ്ടല്ലോ. സന്തോഷം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞതാവൂല്ലേ? അത് പിന്നെ നല്ല ബന്ധമല്ലേ വന്നു ചേർന്നിരിക്കുന്നേ. അപ്പൊ പിന്നെ കണ്ണുകൾ നിറഞ്ഞില്ലെങ്കിലേ അതിശയുള്ളൂ. നിശ്ചയിക്കുന്നത് എന്റെ കല്യാണമാണെങ്കിൽ അച്ഛൻ ആദ്യം എന്നോടാണ് അനുവാദം ചോദിക്കേണ്ടത്. ഇത് എന്റെ ജീവിതമാണ്. അപ്പൊ എന്റെ അഭിപ്രായത്തിനാണ് പ്രാധാന്യം നൽകേണ്ടത്. പറയുന്ന പയ്യനെ വിവാഹം കഴിക്കാമെന്നല്ലേ അന്ന് നിന്റെ മുന്നിൽ വെച്ച് ഇവിടെ വാക്ക് പറഞ്ഞത്? ആ വാക്കിപ്പൊ മാറ്റി പറയാൻ കാരണം നീയാണോ? അന്ന് നിന്റെ അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നീ എന്റെ മുന്നിൽ അഭിനയിച്ചാണ്. ആ തോക്കിപ്പോഴും അവിടെ തന്നെ ഉണ്ട്. എന്നെ കൊണ്ട് വീണ്ടും അത് എടുപ്പിക്കരുത്. എന്റെ അമ്മയുടെ ജീവൻ കൊണ്ട് നീ കളിക്കരുത്. നിനക്ക് ജന്മം തന്നത് ഞാനാണെങ്കിൽ നിന്റെ ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാ. മര്യാദക്ക് കണ്ണീരും തുടച്ചും മുഖത്തൊരു ചിരി ഒട്ടിച്ചു വെച്ച് മുല്ലപ്പും ചൂടി താഴോട്ട് വാ. ഇന്ദ്രജിത്തും കൂട്ടരും പോവാൻ നിൽക്കുക. അങ്ങനെ ചടങ്ങും കഴിഞ്ഞല്ലേ? അതെ അതെ അതെ. കല്യാണത്തിന് അധികം ദിവസമില്ല അല്ലേ അച്ഛാ? പത്മനാഭ, വിളിക്കാം. ശരി. എല്ലാം പറഞ്ഞതുപോലെ. ഓ, എന്നാ പിന്നെ ഞങ്ങള് പോയിട്ട് വരട്ടെ. പോട്ടെ മോളെ. പോയിട്ട് വരാം. അപ്പൊ ശരി. ആ പത്മനാഭ, എന്തോ? അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ. ഓ, കല്യാണം നമുക്ക് ഗംഭീരാക്കാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്നാ ഞാൻ പോട്ടെ. നാണാണെന്ന് തോന്നുന്നു. മോളെ, അയ്യോ, റാണി അങ്ങോട്ട്. ശ്രദ്ധിക്കണ്ടേ മോളെ? മോളെ, കഴിഞ്ഞൊക്കെ കഴിഞ്ഞു. എല്ലാം മറന്നേക്ക്. ദൈവം എന്തിനായിട്ട് നമ്മളിങ്ങനെ പരീക്ഷിക്കുന്നത്? ഒന്നിനു മീതെ ഒന്നായിട്ട് ഇങ്ങനെ നാണം കെടുത്തുന്നത്. അമ്മ തിരുവാഭരണം മോഷ്ടിച്ചറിഞ്ഞ് ദൈവം നമുക്ക് തരുന്ന ശിക്ഷയാണോ ഇതൊക്കെ? അമ്മ ചെയ്ത തെറ്റിന് ദൈവം എന്തിനാ നമ്മളെ ശിക്ഷിക്കുന്നു? നീ വെറുതെ ഓരോന്ന് ആലോചിച്ച് കാട് കയറാൻ നിൽക്കണ്ട. ഇവിടെയുള്ള മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കേണ്ട നീയും കൂടെ ചേർന്നിട്ടാ. ആ നീ ഇങ്ങനെ ആയാലോ?
ഈ പറയുന്ന ഏട്ടന് വിഷമമൊന്നുമില്ലേ? ഉണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളുടെ ഉള്ളിൽ വെച്ചിട്ട് ഇല്ലാത്ത പോലെ ഏട്ടൻ അഭിനയിക്കുക. കാപ്പി തയ്യാറായില്ലേ? രത്നയ്ക്കും കുഞ്ഞിക്കും കൊടുത്തുവിടണ്ടേ? ചോറൊക്കെ തയ്യാറായോ? ഒന്നിനും മനസ്സ് വരുന്നില്ല ഏട്ടാ. നെഞ്ചില് എന്തോ വലിയ ഭാരം കയറ്റി വെച്ച പോലെ. മോളെ, മനസ്സ് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ ഇവിടെ ഇങ്ങനെ ദുഃഖിച്ചിരിക്കാൻ പോവാണോ? ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെ വേണം ഇനി ഓരോ ദിവസം മുന്നോട്ടേക്ക് പോവാൻ. നമുക്ക് കാപ്പിയും ചോറൊക്കെ എടുക്കാം. വാ. മോളെ, ആ പച്ചക്കറിയൊക്കെ ഇങ്ങോട്ട് എടുത്ത്. കുഞ്ഞി, രത്നേ, രശ്മി, എവിടെ എല്ലാരും? എല്ലാരും ഒന്നും കൊണ്ട് വന്നേ.